നമസ്കാരം. കോൺഗ്രസ് ഭരണകാലത്ത് എക്കാലത്തും ഇവരുടെ പിന്നിൽ പ്രവർത്തിക്കാൻ ചില സ്ത്രീകളുണ്ടായിരുന്നു. നമ്മുടെ മൻമോഹൻ സിംഗിൻ്റെ കേന്ദ്ര ഭരണകാലത്ത് നീര റാഡിയ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയായിരുന്നു ആരൊക്കെ മന്ത്രിയാകണമെന്ന് തീരുമാനിച്ചിരുന്നത്. നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ കാലത്തായിരുന്നു സരിതാ നായരായിരുന്നു ഇതിന് പിന്നിൽ കളിച്ചിരുന്നത്. ഇപ്പോൾ പി ഡി സതീശൻ വന്നപ്പോൾ അത് ആൻ മേരി ജോർജ് പോലെയായി. നമ്മുടെ ഡീൻ കുര്യാക്കോസിനെ നിയന്ത്രിക്കുന്നതും ഒരു സ്ത്രീയാണ്. ജിയോണ ജെയിംസ് എന്ന് പറഞ്ഞ SFIക്കാരിയെ കോൺഗ്രസ് ഭരണകാലത്ത് ഗവൺമെൻറ് പ്ലീഡറായിട്ട് നിയമിച്ചു. ഈ കോൺഗ്രസ് ഭരണത്തിൽ കയറുമ്പോൾ മാത്രമേ ഈ പ്രശ്നമുള്ളൂ. കാരണം ഇവർക്ക് പാർട്ടിയുടെ ആൾക്കാരോട് യാതൊരു ആത്മാർത്ഥതയില്ല. പിന്നെ മറ്റുള്ള ഭരണം, പിണറായിയുടെ ഭരണം വേണ്ടെന്ന് വെച്ചതുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിന് ഈ ഭരണം കിട്ടിയത്, ജനങ്ങൾ പൊറുതിമുട്ടിയതുകൊണ്ട്. പക്ഷേ CPM ഭരണകാലത്ത് ഒരു ഗുണമുണ്ട്. അവർ പാർട്ടിക്കാർക്ക് വേണ്ടി എന്ത് ചെയ്യും? പരീക്ഷകളിൽ കൃത്രിമം നടത്തും, ചോദ്യപേപ്പർ ലീക്ക് ചെയ്ത് കൊടുക്കും, പിൻവാതിലുള്ള നിയമനം കൊടുക്കും, എല്ലാം ചെയ്യും. പക്ഷെ കോൺഗ്രസ് ഭരണത്തിൽ കയറിയ കോൺഗ്രസ്സുകാർക്ക് അന്നേരം SFIയുടെയും തല്ല് കിട്ടും, പോലീസിൻ്റെയും തല്ല് കിട്ടും. ഇപ്പോൾ പവർ കട്ട് വന്നു. പിണറായി വിജയൻ 10 വർഷം ഭരിച്ചപ്പം ഇവിടെ ഇതേപോലെയൊക്കെ തന്നെയായിരുന്ന കാലാവസ്ഥയും കാര്യങ്ങളല്ല, ഒരു തവണ പോലും പവർ കട്ടില്ലായിരുന്നു. ഇവർ കയറി പാടെ 1 മാസത്തിനുള്ളിൽ കറണ്ട് ക്ഷാമം, വൈദ്യുതി കിട്ടാനില്ല, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നില്ല, മഴയില്ല, ഡാം നിറഞ്ഞ് ഷട്ടർ തുറന്ന് വിടുന്നു, എന്നാലും പറയുന്നത് ഡാമിൽ വെള്ളമില്ല. ഇതൊക്കെ കഴിവുകേടിൻ്റെ ഒരു ഉദാഹരണമാണ്. ഈ സണ്ണി ജോസഫിനെ പോലുള്ളവരെ വിഡ്ഢികളാക്കാൻ ഉദ്യോഗസ്ഥർക്കൊന്നും ഒരു വിഷമവും ഇല്ല. ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞാൽ ഭയങ്കര ചാലു ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെ എങ്ങനെ പരാജയപ്പെടുത്തണമെന്ന് അവർക്കറിയാം. ഈ സണ്ണി ജോസഫിന് വൈദ്യുതിയെ പറ്റി എന്തോ അറിയാവുന്ന, ആരുൽപ്പാദിപ്പിക്കുന്നു, എത്ര ഉൽപ്പാദിപ്പിക്കുന്നു, അങ്ങനെയുള്ളൊരു വകതിരിവൊന്നും അയാൾക്കില്ല. സതീശനാണ് പിണറായിയേക്കാളും കഷ്ടവും, അഹങ്കാരി. യൂത്ത് കോൺഗ്രസ്സുകാരിൽ മെറിറ്റ് ഇല്ലാത്തവരുകൊണ്ടാണെന്ന് അവരെ ഗവൺമെൻറ് പ്ലീഡറാക്കാതിരുന്നതാണ് നമ്മുടെ K. ബാബു പറഞ്ഞത്. അപ്പോൾ ഈ 1 ലക്ഷത്തിൽ പരം അഡ്വക്കേറ്റുമാർ കേരളത്തിലുള്ള കോൺഗ്രസ്സുകാർക്ക് 50 അഡ്വക്കേറ്റുമാരെ കഴിവുള്ളവരെ ഇല്ലയെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെയുള്ള പാർട്ടിക്ക് വോട്ട് കൊടുത്ത് ജനങ്ങളുടെ കാര്യം എന്തൊരു കഷ്ടമാണെന്ന് വിചാരിച്ചു. ഏതായാലും ഞാൻ കോൺഗ്രസിന് ഒരു കാലത്ത് വോട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു സമാധാനമുണ്ട്. നന്ദി.